രക്ഷക, സമാധാനമേ. ഇന്ന് നാം ചിന്തിക്കുന്നത് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയെ പറ്റിയാണ്. ആർക്കെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ ഇഷ്ടമാണോ? ആരും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയാണ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. ആദ്യമായി പറയുന്നത്, പോസിറ്റീവ് എനർജി ദൈവത്തിൻ്റെ കർമ്മത്തിലൂടെയും നെഗറ്റീവ് എനർജി സാത്താൻ്റെ കർമ്മത്തിലൂടെയും നടക്കുന്നവയാണ്. എന്നാൽ ചില നെഗറ്റീവ് എനർജികൾ നമുക്ക് നന്മയ്ക്കായി തീരും. അതായത് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു മനുഷ്യനെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവൻ്റെ കുടുംബജീവിതത്തിൽ നിന്നും, സമൂഹ ജീവിതത്തിൽ നിന്നും, ആത്മീയ ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെട്ടൊരവസ്ഥയിലൂടെ ദൈവം ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയാൽ എങ്ങനെയാണ് ദൈവം മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക? അത് അവൻ്റെ ജീവിതത്തിലെ കർമ്മത്തിലൂടെ അത് നന്മയാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അതിലൂടെ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥ തെളിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം അവൻ മാറി നിന്നാലും ആ കുടുംബത്തിലോ സമൂഹത്തിലോ ആത്മീയ ജീവിതത്തിലോ സന്യാസതലത്തിലോ വൈദ്യുതി തലത്തിലോ ഒരു പ്രശ്നങ്ങളും അവൻ സൃഷ്ടിക്കുന്നില്ല. കാരണം കർത്താവ് അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും, ക്രമീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതുപോലെ തന്നെ വ്യത്യസ്ത ജീവിത തലങ്ങളിൽ ഒരു സാത്താനാണ് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതെങ്കിലും അവൻ്റെ സാത്താൻ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവൻ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ കുടുംബം തകർത്ത് കളയും, സമൂഹം തകർത്ത് കളയും, സന്യാസ ജീവിതം തകർത്ത് കളയും, വൈദികം തകർത്ത് കളയും. ആ തിരിച്ചറിവ് തുടക്കത്തിൽ മനസ്സിലാവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം ആ വ്യക്തിക്കുണ്ടായിരിക്കും. എന്നാൽ ചില നെഗറ്റീവ് കർമ്മങ്ങൾ ദൈവം അവൻ അനുഭവജ്ഞാനത്തിന് വേണ്ടി കൊണ്ടുവരികയും സാത്താനാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവസാനം അവൻ തിരിച്ചു മനസ്സിലാക്കി ഏറ്റവും നല്ലൊരു വ്യക്തിയായി തീരുകയും ചെയ്യും. അത് അവന് അനുഭവജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടി ചില കർമ്മത്തിലൂടെ പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയുണ്ടെങ്കിൽ ആദ്യമേ ചിന്തിച്ചോ, നിങ്ങളെ കുടുംബം നശിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ സാത്താൻ്റെ കർമ്മങ്ങളും അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചില ബന്ധക്കാരെ മാറ്റി നിർത്തുന്നു, സ്വന്തക്കാരെ മാറ്റി നിർത്തുന്നു, ഭാര്യനെ മാറ്റി നിർത്തുന്നു, ഭർത്താവിനെ മാറ്റി നിർത്തുന്നു, അതുപോലെ പിതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തമായി ചെയ്യുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടായിരിക്കട്ടെ. ആരും ഇഷ്ടപ്പെടാത്ത ഈ കർമ്മത്തിൽ സ്വയം മനസ്സിലാക്കി ഏത് തരത്തിലാണ് ഒറ്റപ്പെട്ട അവസ്ഥയെന്ന് മനസ്സിലാക്കട്ടെ. പ്രാർത്ഥന നിർത്തുന്നു.